أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. بسم الله الحمد لله الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ربنا زدنا علما. الحمد لله رب العالمين. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ പഠിക്കാനായിട്ട് ഓരോ ദിവസവും നമ്മളിങ്ങനെ ഒരു മടിയും കൂടാതെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാകാം. എന്നാലും നമ്മുടെ ഈമാൻ പുതുക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ, എല്ലാവർക്കും ആഗ്രഹം അതാണ്. ഈമാൻ ഉള്ളവരാകണം, തഖ്വയുള്ളവരാകണം. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒത്തുചേരുന്നതെങ്കിൽ ഈമാൻ നമ്മളെ ദൃഢമാകുന്നുണ്ടോ? യഖീനുള്ള അല്ലേ, തഖ്വയുള്ളവരുടെ ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അവര് അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. വൈബായ കാര്യങ്ങൾക്ക് അവരൊരു സംശയവുമില്ല. അള്ളാഹു എന്തു പറഞ്ഞുവോ ആ കാര്യങ്ങൾ ഓരോന്നും അവര് മനസ്സിലാക്കുകയും അത് ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് എടുക്കുകയും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആകുമ്പോൾ അവർ തഖ്വയുള്ളവരായിട്ട് മാറുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൽം ടു അമൽ നമ്മൾ റിവിഷൻ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇടയ്ക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിലൂടെ ഈ ഒരു യാത്രയിൽ ഇടയ്ക്കൊന്ന് നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യാനുണ്ടാവും. പലർക്കും ഇതുപോലെ പറയാനുണ്ടാവും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഈ പഠനം എന്നത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഈ ഒരു നൂറ് സദരിയുടെ പഠനം. തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഗുണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ മുമ്പേ പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം തുടക്കത്തിലുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല. ഇന്ന് നമുക്ക് കിട്ടിയ ഒരായത്തിനെ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് ശ്രമിച്ചാൽ അതിനുള്ള റിസൾട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ഉണ്ടാവും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും. അല്ലാഹു അക്ബർ. അപ്പോൾ ഈ ഒരു ആയത്ത് 21 അല്ലേ, സൂറത്തുൽ ബഖറയുടെ ഈ ഒരു ആയത്തിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് കണ്ണുപിടിക്കുമ്പോൾ അല്ലേ, നമ്മൾ എന്നും ഓതി പോകുന്നതായിരിക്കാം, നമസ്കാരത്തിൽ പോലും നമുക്ക് ഹിഫ്ളായിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം, അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഇബാദത്തുകൾ അല്ലേ ചെയ്യുവാനായിട്ട് നമ്മളോട് അല്ലെ ആദ്യത്തെ ഒരു കൽപ്പനയാണ് ഖുർആനിലെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഫാത്തിഹയിലൂടെ നമ്മളിങ്ങനെ തുടങ്ങി ഇതായത്ത് ഖുർആനിലുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തന്ന് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലതരം അല്ലെ ആൾക്കാരെ കുറിച്ച്, മുത്തഖികളായ ആളുകളെ കുറിച്ച് നമുക്ക് അള്ളാഹു ആരാണെന്ന് പറഞ്ഞു തന്നു. കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു തന്നു, അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു തന്നു. അതൊക്കെ എത്തിയപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ എന്ന് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് അല്ലേ നമ്മൾ എത്തി നിൽക്കുമ്പോൾ റബ്ബ് പറയുന്നു അവരൊന്നും ആവാതിരിക്കാൻ ഈ പറഞ്ഞ ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആ രണ്ട് കൂട്ടരിലും പെടാതെ, അതായത് ഈ ഹൃദയങ്ങൾ മൂടി വെക്കപ്പെട്ട, അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂക്കേട് വന്ന് അതിങ്ങനെ കൂടുകയും അതാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആൾക്കാരിൽ പെടാതെ ആദ്യം പറഞ്ഞ വിജയികളായ അല്ലെ മുഫ്ലിഹൂനുകളാകുന്ന ഒരു കൂട്ടരുണ്ട്. അത് ആരാണവർ? സുബ്ഹാനല്ലാഹ്, മുത്തഖികൾ. ആ കൂട്ടർ നിങ്ങളായേക്കാം, നിങ്ങളാകും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു എന്ത്? ഇബാദത്തുകൾ ചെയ്യാനായിട്ട്. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി അത്രേ ഇത്. നമ്മൾ അതിന്റെ ഈ ഒരു അർത്ഥം വായിക്കുമ്പോൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നൊക്കെ വായിക്കുമ്പോൾ എന്തോ ആണ് എന്ന് എന്തോ ബാധ അല്ലെങ്കിൽ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുവാൻ എന്നൊക്കെ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ തഖ്വ എന്ന അല്ലേ, നമ്മളൊരു വാക്കിന്റെ അർത്ഥം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇബാദത്ത് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ തഖ്വ എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ അതിന്റെ അല്ലെ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് വേർഡ് ഒക്കെ പഠിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതൊക്കെ നമ്മളൊരു വേറെ ലെവലാണ്. പക്ഷെ അത് നമ്മൾ
മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡീപ്ലി അതിൻ്റെ എന്താണ് അത് റബ്ബ് നമ്മളോട് പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്കത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മൾക്ക് തഖ്വ എന്നുള്ളത് നമ്മൾക്ക് ഇപ്പം നല്ല വ്യക്തതയാണ്. നമ്മൾ അതിന്റെ റൂട്ട് വേർഡ് ആരും മറന്നു വരില്ല. വഖായ എന്ന് പറഞ്ഞ് നമ്മൾ അത് അവിടെ പഠിച്ചു വെച്ച കാര്യമാണ്. തഖ്വ എന്ന് പറയുന്നത് ഒരു സുരക്ഷാ കവചമാണ്. നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന റബ്ബിന്റെ ഒരു അല്ലെ ഒരു 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 പ്രൊട്ടക്ഷൻ ആണ്. ആ പ്രൊട്ടക്ഷൻ ആദ്യം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് റബ്ബ് തന്നെ നമ്മളെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കവറിനുള്ളിലാക്കി തരിക. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ശ്രമം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. തഖ്വ എന്ന് പറയും, അല്ല സോറി, ഇബാദത്തിലേക്ക് പോവാം. കാരണം ഇബാദത്തിലൂടെയാണല്ലോ നമുക്ക് തഖ്വയിലേക്ക് എത്താനുള്ളത്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പറയുമ്പോൾ ആരാധന, അടിമത്തം, ആരാധന അല്ലെ, അനുസരണം എന്നൊക്കെ പറയും. അതായത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അല്ലെ. ഇബാദത്ത് എന്നാൽ എന്താണ്? എല്ലാത്തിനും എന്താ പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ആഗ്രഹിച്ചു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഉൾക്കൊള്ളുന്നതിന്റെ പേരാണ് എന്ത്? ഇബാദത്ത്. എന്തൊരു കാര്യങ്ങളും ആയിക്കോട്ടെ, എല്ലാ പ്രവൃത്തികളും. സുബ്ഹാനല്ലാഹ്. അത് വാക്കാലോ പ്രവൃത്തിയാലോ പ്രകടമായിട്ടോ അല്ലാതെയോ, അതായത് നമ്മൾ ഹൃദയത്തിൽ ചെയ്യുന്നത് ഉണ്ടാവാം അല്ലെ, ചിന്തിക്കുന്നതും അത് ചിന്തകൾ പോലും. ഞാൻ പറയുന്നത് നമ്മളിപ്പം മനസ്സിൽ ദിക്റുകൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോ ചിന്തകൾ പോലും, അതായത് നമ്മളിപ്പം പറയും അള്ളാഹുവിനെ കുറിച്ചായാലും നമ്മൾ മനുഷ്യരെ കുറിച്ചായാലും നമ്മൾ നല്ലത് ചിന്തിക്കാവൂ. ആ ചിന്തകൾ പോലും എന്താണ്? അത് ഇബാദത്തുകളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അത്രത്തോളം ചിന്തിക്കുന്നില്ല. നമ്മുടെയൊക്കെ നമ്മളൊരു ഈ ഒരു ഇബാദത്തിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരും നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മൾ ചെയ്യുന്ന സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത്, ഇതൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ അങ്ങ് കിടക്കും. പക്ഷെ നമ്മളെ ചിന്തകൾ പോലും അല്ലെ, ഹുസ്നു വന്ന്, ഏറ്റവും നല്ല ചിന്തകൾ, നല്ല ഊഹങ്ങൾ പോലും എന്താണ്? നമ്മൾക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ചിന്തകളെ നമ്മൾ നന്നാക്കുന്നത്. കാരണം ഈ ചിന്തകൾ പോലും ഇബാദത്തുകളാണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമ്മൾ അവിടെ നിയ്യത്ത് നേരെയാക്കുകയും അത് നന്നാക്കുകയും ചെയ്യുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെ ചിന്തയിൽ വരുന്നതായിരിക്കാം, നമ്മൾ വാക്കിൽ നമ്മൾ പറയുന്ന ഒരു ചലനങ്ങളായിരിക്കാം, ഒരു നോട്ടമായിരിക്കാം, ഓക്കെ, അതുപോലും എന്താണ്? നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കാം. പ്രവൃത്തിയിലും പ്രകടമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എന്താണ്? ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. അവിടെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സ്നേഹവും ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ നിയ്യത്തിനെ അവിടെ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഇബാദത്തുകളാക്കി മാറ്റേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തഖ്വ അല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഇബാദത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഈ തഖ്വയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്? ആ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എല്ലാ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നുമുള്ള നമ്മുടെ സംരക്ഷണ വലയമാണത്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും തന്നെ ദുനിയാവില് ഇല്ലേ, ഇല്ലേ, റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കണം? എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന എൻ്റെ റബ്ബ് സദാസമയം എന്നെ നോക്കി കാണുന്നുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടുള്ള അല്ലെ, അത് എല്ലാ കാര്യത്തിലും നേരത്തെ പറഞ്ഞല്ലോ, അതായത് അൽ ബസീറായ, സമീആയ, അൽ അലീമായ നമ്മുടെ റബ്ബ് അല്ലെ, സദാസമയം എന്നെ നോക്കി കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ചിന്തകളെ, നേരത്തെ പറഞ്ഞ നമ്മുടെ മനസ്സിൽ നമ്മളേക്ക് വരുന്ന ചിന്തകളായിക്കോട്ടെ, വാക്കുകളായിക്കോട്ടെ അല്ലെ, പ്രവൃത്തികളായിക്കോട്ടെ, നോട്ടമായിക്കോട്ടെ, അത് ഓരോ സമയവും ഓർമ്മയിലേക്ക്, ഓരോ നിമിഷവും നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഈ സമയം അല്ലെ, നമുക്ക് സമയമുണ്ട് അതുകൊണ്ട് ഇരിക്കുന്നു അല്ല, ഈ ഒരു സമയം അത്രയും എന്താണ്? എൻ്റെ റബ്ബിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആയത്താണ് അല്ലെ, റബ്ബിന്റെ അല്ലെ ആ ഒരു ഹിദായത്തായിട്ടുള്ള ആ ഒരു നമ്മുടെ സന്മാർഗം കാണിച്ചു തരുന്ന നമ്മുടെ ഖുർആനിൽ ഒരായത്താണ് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, റബ്ബേ നിന്റെ മാർഗത്തിൽ എനിക്ക് എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി കുറച്ചുകൂടി എനിക്ക് നന്നാക്കാമല്ലോ, തഖ്വയുള്ളവരാവാമല്ലോ, ആ ഒരു നിയ്യത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇരുത്തം അത്രയും എന്താണ്? സുബ്ഹാനല്ലാഹ്. ഈ ഒരു സമയം അത്രയും എന്താണ്? ഇബാദത്താണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരുങ്ങി ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മൾ ഫുഡ് നേരത്തെ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം കൊടുത്തു ഇല്ലേ, നമ്മളും അതിനനുസരിച്ച് എല്ലാം സെറ്റാക്കി നമ്മളും ഇല്ലേ അതിനു വേണ്ടി ഒന്ന് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ
പണികളും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇതും ചെയ്യുന്നത്. ഇത് അതും ചെയ്യണം ഇതും ചെയ്യണം, അത് ആ കാര്യവും അപ്പൊ ഇബാദത്തായി, ഈ കാര്യവും ഇബാദത്തായി എന്ന് പറഞ്ഞതുപോലെ നിയ്യത്ത് കൊണ്ട് അല്ലെ, ആഗ്രഹം കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊരു ചെറിയൊരു ചിന്തകൾ നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒന്ന് തിരിച്ചുവിടും. ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുമുണ്ട്. എന്നാൽ തന്നെയും ഈ ആഗ്രഹത്തിന്റെ പരിശ്രമത്തിന്റെയും ഒക്കെ കൂടെ തന്നെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടും പോകുന്നുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ പറയും, എവിടെയൊക്കെയോ ഒരു ഈമാൻ ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ തഖ്വ നഷ്ടപ്പെട്ടതുപോലെ എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ലെവലില് സുബ്ഹാനല്ലാഹ് നമ്മൾ ആയി പോകുന്നത്? അത് നമ്മളെ തന്നെ വിലയിരുത്തലാണ്. നമ്മൾ ഓരോ ആയത്തുകളും, റബ്ബിന്റെ ഓരോ ആയത്തുകളും നമ്മൾ വായിക്കുമ്പോൾ അല്ലെ, നമ്മൾ അതിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അല്ലെ, നമ്മൾ അത് ചിന്തിക്കാനാണ് റബ്ബ് നമ്മളോട് പറയുന്നത്. ചിന്തിക്കുന്നവർക്കേ നമുക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. നമുക്ക് എന്തൊക്കെയോ എവിടേക്കോ പോരായ്മകൾ നമ്മൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലെ നമ്മൾ അല്ലെ പഠിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾക്ക് നഷ്ടം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മുടെ പോരായ്മകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനും നിങ്ങളും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എപ്പോഴും എപ്പോഴും അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, മുന്നേറാൻ അല്ലെ ആഗ്രഹിക്കുന്നവരാണ്, തഖ്വക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ അല്ലെ നിലകൊള്ളുന്നവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും റബ്ബ് ഇഷ്ടപ്പെടുന്ന മുത്തഖികളായ വിജയികളായ ആ കൂട്ടരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരാജയം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അല്ലെ, അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ ഒരു നിരാശയും വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിലോട്ടൊരു പിന്നെ അതിലങ്ങനെ അങ്ങ് പോയി പോകുന്നത് പോലെ അതിലങ്ങ് പെട്ടുപോകലാണ് അല്ലെ. പെട്ടുപോകുക എന്ന് തന്നെ പറയാം. എന്തോ എവിടെയോ ഒരു പിടുത്തം. കാരണം നമുക്ക് ആ ഇഷ്ടം ഇപ്പോഴും നമുക്ക് അള്ളാഹുവിന് വേണ്ടിയിട്ട് അതിന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഹുബ്ബു ഷഹവാത്തിന്റെ ആയത്തുകൾ എത്തി നിൽക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയി, മനുഷ്യന് എല്ലാറ്റിനോടും ഇഷ്ടമുണ്ട്. ദുനിയാവിലെ എല്ലാ സന്തോഷങ്ങൾ തരുന്നതാണെന്ന് വിചാരിച്ചില്ലേ, അതൊന്നും അല്ല റിയൽ സന്തോഷം എന്നുള്ളത്. തഖ്വയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ റിയലൈസ് ചെയ്തുകൊണ്ട് തിരിച്ചു മടങ്ങാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ വിജയികളാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എന്താ പറയുക, നൈമിഷികമായ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ്. അന്നേരം മാത്രം ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ പഴയ പോലെ തന്നെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാട്ടായിരിക്കും നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എല്ലാവരും കൂടി ഭയങ്കര ബഹളം, സന്തോഷം, അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അതോ എന്തേലും ഇത് ആകപ്പാടെ ഒച്ചയും ബഹളം എല്ലാം കഴിഞ്ഞ് ആകപ്പാടെ ഒരു 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 ഉള്ളിലൊരു ഇടങ്ങേറ് പോലെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ ഇടങ്ങേറുകൾ തോന്നി 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 പിന്നെ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇപ്പോഴും ആവുന്നില്ല എങ്കിൽ നമുക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്ന ഇടങ്ങേറ് ഇപ്പോഴും ഇടങ്ങേറ് തന്നെ ആയി പോകരുത്. സുബ്ഹാനല്ലാഹ്. നമുക്കത് മനസ്സിലായി, ആ ഇടങ്ങേറ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് അടുത്ത ഒരു കാര്യം ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു ഇഷ്ടം വരുമ്പോൾ നമുക്ക് അതിനോട് ഒരു ചായ് വരുമ്പോൾ ഞാൻ അതിലേക്കില്ല, എന്റെ റബ്ബിനത് ഇഷ്ടമല്ല, ഞാനൊന്ന് മാറി നിൽക്കട്ടെ. മാറി നോക്കൂ. ഒന്നോ രണ്ടോ മൂന്നോ തവണ നമ്മൾക്ക് കുറച്ചൊന്ന് അല്ലേ അതിൽ നിന്ന് മാറി നിൽക്കുക. എന്താ നീ എങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് മാറി നിൽക്കാം അല്ലെ. അന്നേരം നമ്മൾ വലിയ പ്രസംഗിക്കാനൊന്നും പോകണം. നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഇതിൽ മാത്രമാണ് എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മാറി നിൽക്കുക. പിന്നീട് നമുക്ക് അല്ലെ മാറി നിന്ന് നമ്മളെ തന്നെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം അല്ലെ. പറഞ്ഞു കൊടുക്കാം. ഇനി അവരൊന്നും ആരും കേൾക്കാത്തവർ എന്തോ കാര്യങ്ങളായിക്കോട്ടെ, ചിലപ്പം പരദൂഷണമാവാം. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നമ്മൾ ആ പ്രാക്ടീസിങ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് പോവാതിരിക്കണം. ഇനി അങ്ങനെ ആയിക്കൂടെ, ഇനി എവിടെയാ നമുക്ക് സമയം? ഇത്രയൊക്കെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തലുകൾ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ആ ഒരു കാര്യമാണെങ്കിൽ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതെന്റെ പ്രതികരണം അതൊരു നല്ല രീതിയിലല്ലാത്ത അല്ലേ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ, നിങ്ങൾ മോശക്കാരാണ്, അങ്ങനെയുള്ള രീതിയിൽ ഇതൊന്നും ചെയ്യുന്നത് ചിലപ്പോൾ ആളുകളുടെ മുന്നിൽ വെച്ചായിരിക്കാം പറയുന്നത്. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല. തഖ്വയുള്ളവർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നവരാണ്.
അന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഈ അറിവ് വെച്ച് അവരെ അങ്ങോട്ട് അങ്ങ് നന്നാക്കി കളയാമെന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഭയങ്കരനായിട്ട് അങ്ങ് സംസാരിക്കുകയല്ല വേണ്ടത്. സ്താഫുള്ള അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നല്ല രീതിയിൽ എന്താണ് ആ കാര്യം എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാക്ടീസ് നമ്മൾ ആദ്യം ചെയ്യണം, അല്ലേ? അതിനുള്ള അറിവ് ആദ്യം നേടിയെടുക്കണം. എങ്ങനെയാണ് ഒരാളോട് അല്ലെ ഉപദേശം നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്നിട്ടൊക്കെ പോയി പറയാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അപ്പൊ തന്നെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പൊട്ടിത്തെറിച്ച് ആകെ ഇതാക്കുന്നത് ഇതൊരു തക്കവയുള്ള ആൾക്കാരുടെ ലക്ഷണമല്ല. സ്വതവേ ഒരു വിധം കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മളുടെ എന്തൊക്കെ നമ്മൾ എല്ലാ കാര്യം അതായത് നമസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, സുന്നത്തുകളായിക്കോട്ടെ, അതെല്ലാം ഖുർആൻ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ഇഷ്ടങ്ങൾ കാണുമ്പോൾ അതിലേക്ക് പോയി പോകുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അതങ്ങോട്ട് ആളിടയിൽ വെച്ചിട്ടാണെങ്കിൽ അവരെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാ നമുക്ക് അള്ളാഹുലേക്ക് കൊണ്ടുവരാൻ കഴിയുക? നമ്മൾ എന്താ ഉദ്ദേശിച്ചത് അവിടെ? അസ്തഗ്ഫിറുള്ള. റബ്ബിന്റെ ഇല്ലേ അവിടെ ഒരു റിസൾട്ട്, റബ്ബിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചോ? അവിടെ ഇല്ല. അവര് ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അവിടെയാണ് ആ നിയത്ത് അവിടെ കംപ്ലീറ്റ്ലി മാറിപ്പോയി. നമ്മൾ ആരെങ്കിലും തിരുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്കിനി പാടില്ല. നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം, അല്ലെ? അതിനനുസരിച്ചുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം. നമ്മളിങ്ങനെ പറയുമല്ലോ ചില കാര്യങ്ങളൊക്കെ, നമ്മളൊരു ക്ലാസ് എടുക്കാനാണ് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുന്നത് പോലെ ഒന്നൊരാളോട് സംസാരിക്കാനാണെങ്കിൽ പോലും അല്ലെ തക്കുവയുടെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ച് പഠിക്കുക. സുബ്ഹാനല്ലാഹ്. അത് പലതരത്തിലും അവിടെ ദേഷ്യമോ ചിലപ്പോൾ വിഷമായിട്ടോ ചിലപ്പോൾ നിരാശയായിട്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പരാതിയില്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും പരാതിയുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെ? നമ്മൾ പഠിത്തം മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റണില്ല എന്നല്ലേ? ഓക്കെ, ഇപ്പുറത്ത് പഠിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്പം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് ആ ഒരു സാഹചര്യം അങ്ങോട്ട് സെറ്റ് ആവണില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ആകപ്പാടൊരു ഇളിച്ചം പിടിക്കൽ വരും. അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫ്രസ്ട്രേഷൻ, അതായത് ഒരു അപ്പാടെ അങ്ങോട്ട് പിന്നെ അതങ്ങോട്ട് കംപ്ലീറ്റ്ലി കൈവിട്ട് പോവുക ചെയ്യാം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഫർള് മാത്രമല്ല നമ്മൾ സുന്നത്തുകൾ നമസ്കരിക്കണം എന്ന് വിചാരിക്കുന്നു, കൂടുതൽ സമയം പഠിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീട്ടിലെ ചുറ്റുപാടുകൾ ആകെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത വിധം ഒരു ടെസ്റ്റ് അവിടെ അള്ളാഹ് ചിലപ്പോൾ നമുക്ക് ഇട്ടും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ തഖ്വയെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് റബ്ബ് അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അപ്പാടെ എന്താ പറയാ പരാജയപ്പെട്ടു പോകുന്ന, ഇല്ലേ? എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും ചിലപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ. ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പഠിക്കുന്ന ആളുകൾക്ക്, തീർച്ചയായിട്ടും. സുബ്ഹാനല്ലാഹ്. കാരണം നീ എന്ത് പഠിച്ചിട്ട് എന്താ, എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ വാക്കുകളാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണല്ലോ നിന്നിൽ നിന്ന് ഉണ്ടാവുന്നത്. നമ്മുടെ ഒരു വീട്ടിലെ കാര്യങ്ങളിൽ നിന്റെ ഒരു ശ്രദ്ധയും ഇല്ലാത്ത വിധം നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എന്താണ്, ഇങ്ങനെ പലതും കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ലെവലിലേക്ക് നമുക്ക് എത്തണം. സുബ്ഹാനല്ലാഹ്. റമദാനാണ് വരുന്നത്, അല്ലെ? നമുക്ക് ഒരുപാട് ഒരുക്കങ്ങൾ അതിലേക്ക് നടത്താനുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ ഇബാദത്തുകളും, ഇപ്പൊ നോമ്പ് റബ്ബ് നമുക്ക് എന്തിനാ തന്നത്? തഖ്വ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഒരു മാസം മുഴുവനും തഖ്വ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ജീവിതത്തിൽ അല്ലെ ആ ഒരു അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രാക്ടീസ് ട്രെയിനിങ് പീരീഡ് ആണത്. പക്ഷെ എവിടെയാണ് നമ്മൾ അതിനെ നിലനിർത്തുന്നത്? റമദാൻ കഴിഞ്ഞതോടുകൂടി എല്ലാം പോയി എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. ഇനിയൊന്നും അങ്ങനെ അല്ലാത്ത വിധം നമ്മളെ മാക്സിമം ട്രൈയിങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ എത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ ഇനി അതല്ലെങ്കിൽ വേറൊരു സ്വഭാവം എങ്ങനെയാണ്? അതായത് എല്ലാം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മടി പിടിച്ചൊരു സ്വഭാവം, അല്ലേ? എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു എവിടെ ഒരു എത്താത്ത പോലെ, ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ. അത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലപ്പം ഈ പറഞ്ഞ പലതരത്തിലായിരിക്കാം. ഇതൊക്കെ നമ്മൾക്ക് നോക്കുമ്പോൾ ഇതൊക്കെ കുറേശ്ശെ നമ്മളിൽ ഉണ്ടാവും. അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിലൊക്കെ കുറേശ്ശെ നമ്മളിലൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. എവിടെയൊക്കെയോ എന്തൊക്കെയോ പോരായ്മകളായിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടുന്നതായിട്ടുള്ള ആ ഒരു തഖ്വ, അല്ലേ? ആ ഒരു സംരക്ഷണമാണത്. അതിനു വേണ്ടിയിട്ട് എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല നമ്മൾക്ക്. അത് നമ്മളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പഠനം നിർത്തിപ്പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് റബ്ബ് വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ച് അവിടെ നമ്മൾ ആലുംറാൻ എത്തിയപ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ
എവിടെയൊക്കെയോ പോരായ്മകൾ ഉണ്ട്, അവിടെയും മാറ്റിത്തിരുത്തലുകൾ ആവശ്യമാണെന്നുള്ള റബ്ബ് നമുക്ക് ചാൻസ് തരുന്നതാണ്. വീണ്ടും അല്ലേ, അതൊക്കെ നമുക്ക് ടീച്ചറിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ നമ്മുടെ മിഷ്കാത്ത് ഗ്രൂപ്പുകളിലൂടെ നമുക്ക് എന്തെല്ലാം റിമൈൻഡേഴ്സ് നമുക്ക് റബ്ബ് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തവരാണ്, നമ്മളെ അല്ലെ ഇൽമിന്റെ ലോകത്തേക്ക്. കാരണം അത് ചില്ലറ കാര്യമല്ല, സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അറിവ് കൊടുക്കുകയുള്ളു. അപ്പൊ അറിവ് നൽകിക്കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇളിച്ചം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം വിഷമോ ഒക്കെ നമ്മൾ പുറത്തേക്ക് കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിലേക്ക് വീണ്ടും വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടോ ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. നമ്മള് തഖ്വക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ്, ഇന്നും ഇപ്പോഴും എന്ന് പറഞ്ഞതുപോലെ. സുബ്ഹാനല്ലാഹ്. അല്ലേ? ഒരു ഒരു നമ്മൾ പറയല്ലോ, ഒരു വിശ്വാസിയുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോഴും ജിഹാദിലാണ്. അല്ലേ? ജിഹാദ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെപ്പോഴും നമ്മൾ ഫൈറ്റിങ്ങിലാണ്, നല്ലതിലേക്ക് അതിലേക്ക് ഞാനല്ലേ, ഇതാണ് അങ്ങനെ നമ്മൾ അതിനെ മാറ്റി തിരുത്തിക്കൊണ്ട്. കാരണം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താണ് നല്ലത് എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മൾ അല്ലേ അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന അറിവുള്ളവർക്കാണ് ശരിക്കും അത് ആ ഒരു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അറിവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴേ ആ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന ഐഷ മാമിന്റെ ഒരു ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ കേട്ട ആ ഒരു വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആത്മസംസ്കരണം സാധ്യമാകാത്ത ഒരു പഠനം കൊണ്ടും നമുക്കൊരു കാര്യവുമില്ല. അപ്പൊ നമ്മളെ പഠനങ്ങളിലൂടെ നമ്മളുടെ ഇല്ലേ നമ്മുടെ ചിന്തകൾ മാറുകയും നമ്മുടെ സംസാരം മാറുകയും നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാറ്റിലും ആ ഒരു തഖ്വയെ അല്ലെ മാറിയിട്ട് ആ ഒരു തഖ്വ എന്ന ഒരു കാര്യത്തിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കണം. ആ ട്രൈയിങ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല സൂറ മുഹമ്മദിൽ 17-ാമത്തെ ആയത്ത് അല്ലെ എപ്പോഴും പല തവണയായിട്ട് നമ്മളൊക്കെ തദബ്ബുർ ചെയ്തിട്ടുള്ള ആയത്താണ്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദം വആതാഹും തഖ്വാഹും. സന്മാർഗം സ്വീകരിച്ചവരാകട്ടെ അള്ളാഹു അവർക്ക് കൂടുതൽ മാർഗദർശനം നൽകുകയും അവർക്ക് വേണ്ടതായ സൂക്ഷ്മത അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. കാരണം നമ്മൾക്ക് കിട്ടി. ഇപ്പൊ നമ്മളൊക്കെ ഖുർആനിന്റെ മാർഗത്തിലുള്ളവരെന്ന് പറയുമ്പോൾ എന്താണ്, അള്ളാഹു സന്മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അതിനെ സ്വീകരിച്ചു എന്നിരിക്കട്ടെ, സ്വീകരിച്ചവരാകട്ടെ, അതായത് സ്വീകരിക്കാന്ന് വെച്ചാൽ എന്താണ്, ഇൽമിനെ അമലാക്കുന്നവർ അല്ലേ. എന്തൊരു സുബ്ഹാനല്ലാഹ്, എത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുമ്പൊക്കെ ഇൽം ടു അമൽ അല്ലെങ്കിൽ ഹിത്തദോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹുദ ഒന്നും പറഞ്ഞാൽ അറിയില്ല. ഇന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേലേക്ക് നമ്മളിലെ അള്ളാഹുവിന്റെ ആ ഒരു മുന്നേറുന്നവരിൽ തന്നെ നമ്മൾ ആയിത്തീരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സന്മാർഗം സ്വീകരിച്ചവർ അല്ലെ, അവര് ആ ആൾക്കാർക്ക് അള്ളാഹുവിന്റെ മാർഗം അല്ലെ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അള്ളാഹു കൂടുതൽ എന്ത് കൊടുക്കും, ജാദഹും അല്ലെ അവർക്ക് കൂട്ടിക്കൊടുക്കും. എന്ത്? ഹുദ, സന്മാർഗം. വീണ്ടും വീണ്ടും നന്മയിലേക്ക് പോകാനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുക്കും. മാത്രവുമല്ല എന്ത്, ആ ഇൽമ് അല്ലെ അവർക്ക് കിട്ടുന്നതിലൂടെ ആ സന്മാർഗത്തിലൂടെ അവർ പിന്നെ വീണ്ടും വീണ്ടും അല്ലെ അള്ളാഹു കാണിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആതാഹും തഖ്വാഹും അവർക്ക് തഖ്വ നൽകുകയും ചെയ്യും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതല്ലേ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയ ഇൽമ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയോ, ക്ഷമയെക്കുറിച്ചിട്ടുള്ള ആയത്ത് പഠിച്ചു. നമുക്ക് മുമ്പ് ക്ഷമ ഉണ്ടായിരുന്നില്ല, ഇന്ന് നമ്മൾ അല്ലെ ക്ഷമയെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്. ഇബാദത്തുകളെ നമ്മൾ നന്നാക്കിയോ അല്ലെ, സുബ്ഹാനല്ലാഹ്. അതെ, അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തഖ്വയെ നമ്മൾക്ക് മുന്നോട്ട് അല്ലെ നമുക്ക് ഇങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇബാദത്തുകളെ കുറിച്ചാണ് കൂടുതലും പഠിക്കേണ്ടത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. കാരണം ഈ ഒരു ആയത്തില് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത് എന്താണ്, ആ കൽപ്പന ഇബാദത്തുകൾ ചെയ്യാനാണ്. അതില് നമുക്കറിയാം ഒരുപാട് ഫർദും സുന്നത്തും ഖുർആൻ പാരായണവും ദിക്റുകളും ഒക്കെ നമ്മൾ മുറ പോലെ അങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിലും എന്താണ്, ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ദേഹേച്ഛകളോ പരദൂഷണമോ പരീക്ഷണങ്ങളെ വരുമ്പോഴുള്ള നിരാശ വർത്തമാനങ്ങളോ ദേഷ്യപ്പെടലോ അല്ലെ, അതെല്ലാം ഇപ്പുറത്ത് നടക്കുന്ന രീതിയിലാണെങ്കിൽ അത് അസുഖങ്ങളാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതൊക്കെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബിന്റെ ഓരോ അറിയിപ്പുകളും മുന്നറിയിപ്പുകളും അല്ലെ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനെയെല്ലാം തേച്ചു മായ്ച്ചു കളയാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തില്ലെങ്കിൽ അസുഖം കൂടുമെന്ന് നമ്മൾ പഠിച്ചു. മുനാഫിക്കുകളുടെ ആ ഒരു സൂക്കട് കൂടി കൂടി അവര് അദാബുൻ അലീം അല്ലെ ആ കൂട്ടരിൽ പെട്ടുപോകും. അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് ചെയ്ത് ഖതമുല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞതുപോലെ എല്ലാറ്റിലും ഖതം മീൻസ് സീല് ചെയ്യപ്പെട്ട ആൾക്കാരായിട്ട് മാറുന്നത് നമുക്ക് പലരെയും നമ്മുടെ മുന്നിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ.
ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നമസ്കാരങ്ങളായിക്കോട്ടെ, നമ്മുടെ ദിക്റുകളോ പാരായണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കാതെന്ന് ചോദിക്കുമ്പം അവിടെ നമ്മൾ ഖുശൂ ഇല്ലാത്ത ഇബാദത്തുകളാണ് അല്ലേ. നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ കണക്കെ നമ്മളിങ്ങനെ രാവിലെ എണീക്കുന്നു, അപ്പൊ നമുക്കറിയാം നമ്മൾ അത് ചെയ്ത് ചെയ്ത് നമുക്ക് ശീലമായ കാര്യങ്ങളാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്നു, നമ്മൾ കുറച്ച് ദുആ ദിക്റുകളായിട്ട് ഇരിക്കുന്നു, നമ്മൾ നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, പിന്നെ കുറച്ചു നേരം ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ എന്ന് പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ഖുർആനാണെങ്കിൽ നമ്മൾ പലതരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, എല്ലാം നമ്മളിലുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അവിടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയാണ്. എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? കാരണം നമ്മൾ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ സാധാരണ ഈ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ച് പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രം പോരാ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ, എപ്പോഴും പറയും നമ്മുടെ നമസ്കാരത്തെ നന്നാക്കാൻ നമ്മൾ ആദ്യം പരിശ്രമിക്കണം. അതിനുള്ള പഠനം നടത്താതെ നിസ്കാരത്തിലെ പിന്നെ ദുആകളുടെ അർത്ഥമൊന്നും അറിയില്ല, അതിലൊരു കോൺസെൻട്രേഷനും വേണ്ടിയിട്ട് ഒരു പരിശ്രമവും നടക്കുന്നില്ല. ഇപ്പുറത്തുനിന്ന് കുറേ നമ്മൾ പലതും പഠിക്കുന്നുണ്ടാവും, കുറേ ഹദീസുകൾ പഠിക്കുന്നുണ്ടാവും, കുറേ ഹിഫ്ളാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറേ നമ്മൾ എന്താ പറയുക പഠിച്ചു കഴിയുമ്പോൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവും, പല പരീക്ഷകളും എഴുതുന്നുണ്ടാവും, അങ്ങനെ ഒരുപാട് അതിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ തഖ്വ എവിടെയും എത്തുന്നില്ല. കാരണം എന്തുകൊണ്ട്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള നമ്മൾ ഫർളാക്കപ്പെട്ട കാര്യങ്ങളിൽ, അതായത് നമ്മളെ ഈ നമ്മുടെ 5 നേരത്തെ നമസ്കാരം, നമ്മൾ റമദാനിൽ നമ്മുടെ നോമ്പ് അല്ലെ, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, സുബ്ഹാനല്ലാഹ്, അത് നമ്മുടെ ഹജ്ജ്, ഇതിലൊക്കെ അള്ളാഹ് പറയുന്നത് എന്താണ്? നോമ്പ് എന്തിനാണ്? തഖ്വക്ക് വേണ്ടിയിട്ടുള്ള. ഹജ്ജിന് പോകുമ്പോൾ എന്താണ്? നമ്മൾ തഖ്വയും കൊണ്ടാ പോകേണ്ടത്, എന്നാലേ നമുക്ക് പിന്നെ ജീവിതത്തിലുടനീളമുള്ള തഖ്വയായിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരം അള്ളാഹു നമ്മളോട് എന്താ കൽപ്പിച്ചിട്ടുള്ളത് തന്നെ? സുബ്ഹാനല്ലാഹ്. ആദ്യം അല്ലെ ആ ഒരു അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സുബ്ഹാനല്ലാഹ്. ആദ്യം ആ ഒരു ആയത്തിന്റെ ആദ്യത്തിൽ പറയുന്നത്, വേദഗ്രന്ഥത്തിൽ നിനക്ക് ബോധനം നൽകപ്പെട്ടത് ഓതി കേൾപ്പിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. അതെ, നമ്മൾ ഖുർആനിനെ പിൻപറ്റുകയും അതോടൊപ്പം നമസ്കാരം നമ്മൾ മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. വഖിമിസ് സ്വലാ. ആ നമസ്കാരം എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ചീത്ത കാര്യങ്ങളും നിഷിദ്ധ കർമ്മങ്ങളെയും അതേ തക്കവയുള്ളവനാക്കി നമ്മളെ മാറ്റണം നമ്മുടെ നമസ്കാരം. പക്ഷെ എവിടേക്കോ നമുക്ക് അല്ലെ പോരായ്മകൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മളിപ്പം പരാതികളും സങ്കടങ്ങളും ഒന്നും പറയേണ്ടവരല്ല. നമ്മൾക്ക് അള്ളാഹു അറിവ് നൽകി, ആ അറിവ് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നമസ്കാരത്തെ നന്നാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ടും ശരിയാവില്ല നമ്മൾ പറയണ്ട, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. നമ്മൾ റബ്ബിനോട് തന്നെ പറയാം. ഞാനും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എന്നും എപ്പോഴും നമസ്കാരം നന്നാക്കാൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അത് നന്നാക്കി കഴിഞ്ഞു. കാരണം ആദ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരം ശരിയായാൽ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി, ഒരു തഖ്വയുള്ള ആളായിട്ട് മാറും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ ചീത്തയിലും നേരത്തെ പറഞ്ഞ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളില്ലേ, അതിൽ നിന്നൊക്കെ അള്ളാഹ് തന്നെ നമ്മളെ തടയും. നമുക്ക് അതിനോടൊന്നും ഒരു ഇഷ്ടമില്ലാത്ത വിധം അല്ലെ, നമ്മൾ അതിലോട്ടൊന്നും പോവാത്ത വിധം അല്ലെ, റബ്ബ് നമ്മളെ അങ്ങനെ മാറ്റി തീർക്കും. നമ്മൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ. ഇപ്പൊ പല കാര്യങ്ങളും ഒന്ന് സൂക്ഷിച്ച് അല്ലെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. കുറച്ചൊക്കെ പല കാര്യങ്ങളിൽ നിന്നും അങ്ങനെ റബ്ബ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ അപ്പൊ നമുക്ക് തഖ്വയുണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലേ ഇപ്പം? സുബ്ഹാനല്ലാഹ്. പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടക്കേട് വരുന്നുണ്ട് അല്ലെ, പരദൂഷണം പറയുമ്പോൾ അതിൽ കൂടാൻ നമുക്ക് താല്പര്യമില്ല. പല ഒച്ചപ്പാടുകളും ബഹളങ്ങളും ആഘോഷങ്ങളും കാണുമ്പോൾ അതിൽ കൂടാൻ നമുക്ക് താല്പര്യമില്ല അല്ലെ. നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ശരിക്കും എന്താണ് അല്ലെ, ദേഷ്യപ്പെടാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യപ്പെടാൻ തോന്നുമ്പോഴും അവിടെ റബ്ബേ എന്റെ ഈ ഒരു ക്ഷമിക്കൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പലപ്പോഴും നമ്മൾ പറയാൻ മുട്ടിയ വാക്കുകൾ നമുക്ക് വായിൽ വന്നിട്ടുണ്ടാവില്ല, പിന്നെ പറഞ്ഞു അവരോട് ആ 2 വാക്ക് പറയാമായിരുന്നു, നമ്മളൊന്ന് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ നാവിനെ അവിടെ കെട്ടിയിട്ടു. അതെ, റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ആണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മുടെ നമസ്കാരം ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെ തടയുന്നുണ്ട്. ആ തടയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. കുറച്ചൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, വീണ്ടും നമ്മളെ നമസ്കാരത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം ഇബാദത്തുകൾ ഓരോന്നും നമ്മൾ തഖ്വക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളെ നന്നാക്കാനുള്ളതാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബാദത്തുകളെ നന്നാക്കി കൊണ്ടുവരിക. അതിനുള്ള ശ്രമം നമുക്ക് വേണം.
അതാണ് നമ്മളിപ്പോ നമസ്കാരത്തിനെ കുറിച്ച് എന്നും എന്നും മരണം വരെ പഠിക്കുന്നവരായിരിക്കണം നമസ്കാരത്തെ കുറിച്ച്. ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയ നമസ്കാരത്തെ കുറിച്ച് ക്ലാസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെയും എത്തുന്നില്ല എനിക്കറിയാം. ജിഹാദിൽ എന്നും ജിഹാദിലാണ്. അതിന്റെ ഒരു ലെവൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മൾ പഠിക്കുന്ന ആളുകൾ നമ്മൾ തന്നെ ശരിയാവുന്നില്ല, നമ്മൾ തന്നെ ഇങ്ങനെ എല്ലാവരോടും പറയണ്ട. പക്ഷേ നമ്മളുള്ള സൊല്യൂഷൻ, അതായത് നമ്മൾ എന്താ പറയാ, നമ്മളെ ഒരു സൊല്യൂഷൻ അല്ലേ കാണുന്നവരാവണം നമ്മൾ, പറഞ്ഞു കൊടുക്കുന്നവരാവണം നമ്മൾ. കാരണം നമുക്ക് മാക്സിമത്തിലേക്ക്, ഏറ്റവും മാക്സിമം ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് അത് അള്ളാന്റെ അടുത്തുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ട്രൈയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവിടെ നമ്മൾ എത്രയായിട്ട് എനിക്കും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പറയണ്ട. പക്ഷെ എന്താണ്, നമ്മൾ ട്രൈ ചെയ്യുക മാക്സിമം. അല്ല നമുക്ക് അതിലേക്കൊക്കെ നമ്മൾ എത്തിച്ചോളും എന്ന് നമ്മൾ ആശ്വാസ വാക്കുകളായിട്ട് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം എനിക്കത് മാത്രമേ പറയാനുള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നിയ്യത്ത് അല്ലെ. നമ്മുടെ ടീച്ചർ എപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അസിന ടീച്ചർ. കാരണം നിയ്യത്ത് നിയ്യത്ത് നിയ്യത്ത്, ക്ലാസ്സിൽ ഇരിക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോഴത്തെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നിയ്യത്തുകൾ. കാരണം നമുക്കറിയാം ഓരോ ഇബാദത്തുകൾക്കും ഇല്ലേ, നമ്മൾ ചെയ്യുന്ന ഓരോ സുന്നത്തുകൾക്കും ഓരോരോ എന്താ പറയാ, നമ്മൾക്ക് പ്രതിഫലങ്ങൾ അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ. ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ്, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ആയത്തുകൾ അല്ലെങ്കിൽ റസൂൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഹദീസുകളാണ് നമ്മളെ ഓർമ്മയിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തായിട്ട് മാറി, തക്കവയുള്ളവരായിട്ട്. കാരണം സൂക്ഷ്മതയാണ് അവിടെ വരുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആരെങ്കിലും കാണണമെന്ന് വിചാരിച്ചിട്ടോ കുറച്ചൊന്ന് നന്നാക്കി ചെയ്യണം ഒന്നുമല്ല. ഇതിൽ നിന്ന് എനിക്ക് റബ്ബിന്റെ അടുത്ത് ഇന്ന പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ചെയ്യാനും മടിയില്ല, ചെയ്യുമ്പോഴൊരു ശ്രദ്ധയും അതിനോട്ട് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ വെച്ചാല് അത് നമ്മള് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം സദക്ക ദാനധർമ്മങ്ങളെ കുറിച്ച് കുറേ നമ്മളിപ്പം ബക്രയിൽ പഠിച്ചു. അപ്പൊ ഓരോന്നും മുമ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ വന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കണം അങ്ങനെയല്ല. ഒരു ചില്ലറ പൈസ ആണെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ അത് കൊടുക്കുന്നത് എന്താണ്? സുബ്ഹാൻ, അത് ഫീ സബീലില്ലയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിലൂടെ നമുക്ക് കിട്ടാനുള്ളത് ഒരുപാട് ബിർറാണ്, അത് പുണ്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. നമ്മളോട് ഒരാൾ ചോദിച്ചു വരുന്നു, നമ്മൾ കൊടുക്കുന്നു, നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു, എല്ലാം പുണ്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ അതിലൂടെയൊക്കെ ഒരു കുഞ്ഞി കാര്യമാണെങ്കിലും അതിലൂടെയൊക്കെ നേടിയെടുക്കാൻ പറ്റും 700 ഇരട്ടി, അതിനേക്കാൾ ഏറെ തരാൻ പറ്റുന്ന റബ്ബിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും. നമുക്ക് ഒന്നിനും മടിയില്ല. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ കൊടുക്കാനാണെങ്കിലും ഒന്നിനും ഒരു മടിയും ഉണ്ടാവില്ല. അപ്പം തൃപ്തിയും കൂടി നമുക്ക് അവിടെ വരികയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും അല്ലാഹു അക്ബർ. അതെ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നീയത്തിനെ നമ്മളിങ്ങനെ നമ്മുടെ അറിവ് വെച്ചിട്ട്, കാരണം നമ്മൾ ഓരോന്നിനും ഇന്ന പ്രതിഫലം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹദീസുകൾ പലതരത്തിൽ നമ്മൾ ഇപ്പൊ ആയത്തുൽ കുർസി നമ്മൾ 5 നേരം നമസ്കാര ശേഷം ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ നേരവും അല്ലെ അടുത്ത നമസ്കാരം വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ്. നരകത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ നേരെ സ്വർഗത്തിലേക്കല്ലേ ആ ഒരു വാതിൽ തുറക്കുന്നത്. അതായത് നമ്മളും പിന്നെ സ്വർഗവും ഇടയിൽ നമ്മളെ മരണം മാത്രമാണ് മറയായിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ അതാ പറഞ്ഞില്ല, ആരാധനകളില് നമ്മൾ ഇതൊക്കെ ചെല്ലുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തഖ്വയിലേക്ക് എത്താത്തത്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നമസ്കാര ശേഷം ആയതിനെ കുറിച്ച് ഇങ്ങനെ ഓതുന്നുണ്ട്, രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഓതുന്നുണ്ട്. പക്ഷെ അതിലൂടെയൊക്കെ ഇന്നത് കിട്ടാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ്, തീർച്ചയായിട്ടും നമ്മൾ ആ അള്ളാഹുവിനെ ഓർക്കുന്നവരായിട്ട് മാറി. ഈ ഓർക്കൽ തന്നെയാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശ്രദ്ധ അതിലേക്ക് വന്നില്ലേ, അപ്പൊ നമ്മൾ റബ്ബിനെ കൂടുതൽ ഓർക്കുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ബാക്കി കാര്യങ്ങളിലേക്കും അതങ്ങനെ നേളിച്ചു വരും. അതങ്ങനെ താനേ അതിലേക്ക് അങ്ങ് പടർന്നു വരികയാണ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് അല്ലെ. നമ്മളിപ്പം ക്ലാസ്സുകൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കേൾക്കുന്നവരാണ്. കാരണം ആലിമ്രാന്റെ ക്ലാസ് അവിടുന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മൾ ഇപ്പൊ ഇൻറ്റു അമലില് നമ്മൾ ഇബാദത്തുകളെ കുറിച്ച് ഇവിടെയും കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ നമുക്ക് ക്ലാസ്സിൽ വ്യക്തമായിട്ട് അല്ലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഫർളായിട്ടുള്ളത്, സുന്നത്തുകൾ അല്ലെ, അതും ഉണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫർള് ആയിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആരാധനകൾ അല്ലെ ഇബാദത്തുകൾ, ബാക്കിയൊക്കെ നമ്മുടെ ജീവിതമാണ് എന്നുള്ള രീതിയിൽ ജീവിതം തന്നെ ഇബാദത്താണ്. അതാണ് ഈ ജനറൽ കാര്യത്തിൽ വരുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്.
എന്തായാലും ഫർലായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചു. നമ്മൾ നമസ്കാരം തുടങ്ങി ബാക്കിയുള്ള എല്ലാ അല്ലെ നമ്മൾ ഇനി വരുന്ന നമ്മുടെ റമദാനിലേക്ക് നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് അല്ലെ ഒരുങ്ങാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ബാത്തുകൾ കൊണ്ടും നമ്മൾ ആ തഖ്വയെ ആർജിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾക്ക് മാറ്റം അനിവാര്യമാണെന്നുള്ളൊരു ബോധം അല്ലെ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഈ നമ്മുടെ ഇബാദത്തുകൾ നമ്മളെ തടയുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ഉറപ്പ് ഇല്ലേ നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമുക്കറിയാലോ നോമ്പ് തക്കുവൊക്കെ ഉള്ളതാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സക്കാത്തും സദക്കകളാണെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കാനുള്ളതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അല്ലെ, ഹജ്ജാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ അതിലൂടെ തക്കുവയായിട്ട് പോയാലേ തക്കുവയായിട്ട് നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത് പറയും. ഇതൊന്നും ആയിട്ടല്ല നമ്മൾ ഇപ്പൊ ഹജ്ജിന് പോകുന്നതെങ്കിൽ എന്താ വലിയ മാറ്റമൊന്നും ആ മനുഷ്യരിൽ കാണില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ നമ്മളൊന്ന് വിലയിരുത്തുക, ഹജ്ജിന് മുമ്പുള്ള ജീവിതം, ഹജ്ജിന് ശേഷമുള്ള ജീവിതം. നമ്മൾ നമസ്കാരം ഡെയിലി ചെയ്യുന്നത് കൊണ്ട് അത് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷെ ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷമുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തി. ഇബാദത്തുകളിൽ ശ്രദ്ധ കൂടിയിട്ടുണ്ടോ, നമ്മളെ പ്രവൃത്തിയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടോ. പക്ഷെ പലരും പറയാറുണ്ട് ഹജ്ജിന് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുന്ന കാണൽ വളരെ കുറവാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിക്കൂടെ. നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അല്ലെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തഖ്വ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജിന് പോകുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും മുന്നോട്ട് ജീവിതത്തിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെ ആ ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് ആ പരിശ്രമത്തിനനുസരിച്ച് അള്ളാഹ് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് തഖ്വയെ കൂട്ടിത്തരും എന്നുള്ളത് അള്ളാന്റെ വാഗ്ദാനമാണ്. നമുക്ക് എന്താ എന്നിട്ടും അതിനായിട്ട് നമ്മൾ എത്താത്തത് അല്ലെ. അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും തന്നെ നമ്മൾ ശുദ്ധീകരിച്ച് ഒരു നല്ല ഒരു സ്റ്റാറ്റസിലേക്ക് അല്ലെ അള്ള പറഞ്ഞിട്ടുള്ള ഒരു 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 നമുക്ക് തരുന്ന ഒരു ദറജയുണ്ട്. ആ ഒരു നല്ലൊരു ലെവലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതായത് ആ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ജനറൽ ആയിട്ട് വരുന്ന നമ്മളെ കാര്യങ്ങൾ ഓരോന്നും നന്നായി നന്നായി അങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ആദ്യത്തിൽ ആ പരിശ്രമം ഈ ഇബാദത്തുകളിൽ നമ്മൾ ഈ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ എന്തായിരിക്കണം നമ്മളെ ഈ ഡെയിലി കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും, പെരുമാറ്റമായിക്കോട്ടെ സംസാരമായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ നോട്ടമായിക്കോട്ടെ അല്ലെ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തിൽ, അതായത് ഇബാദത്തുകൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു കൂടാ. ഇബാദത്തുകൾ റബ്ബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് ഇത് നഷ്ടപ്പെടുത്തി കൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയുള്ളവരായിട്ട് മാറും, സൂക്ഷ്മതയുള്ളവരായിട്ട് മാറും. അപ്പൊ അങ്ങനെയായിട്ട് എന്താണ് നമ്മൾ തന്നെ ആ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ലെവൽ നമുക്ക് മാറി മാറി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്. എല്ലാവരിലും, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, അയൽക്കാരിൽ, കൂട്ടുകാരിൽ, എല്ലാ ഇടപെടലുകളിലും, സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ആ തഖ്വ പ്രകടമാകണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ആ ഫീലിംഗ് വരുന്നുണ്ടോ? ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ എവിടെയോ ആ പോരായ്മകളെ നമ്മൾ ഇല്ലേ ശരിക്കും മനസ്സിലാക്കിയിട്ട് ബോധപൂർവമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വന്നേ പറ്റുള്ളൂ. ഇനി ഇങ്ങനെയൊന്നും നമ്മൾ ആയിക്കൂടാ. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്നോട് തന്നെയാണ് ഈ ഓർമ്മപ്പെടുത്തല്, പ്രത്യേകിച്ച് അത് ഇവിടെ പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ബോധപൂർവമുള്ള ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കുമ്പോഴും അല്ലെ ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ അല്ലെ എന്തെങ്കിലും ഒരു പ്രവർത്തിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ചിന്തയിലേക്ക്, കാരണം ഒരു ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ ബുദ്ധിമാനായ ഒരു വിശ്വാസിയുടെ അല്ലെ നാവെന്ന് പറയുന്ന ഹൃദയത്തിന്റെ ബാക്കിലാണെന്ന് പറയുന്നുണ്ട്. കാരണം ചിന്തിച്ചിട്ടേ പറയുള്ളൂ, എടുത്തടിച്ച പോലെ പറയും എന്ന് പറയും അല്ലെ. കണ്ണും മൂക്കൂല്ലാതെ വർത്താനം പറയും, മൂക്കത്താ ദേഷ്യം എന്ന് പറയും. ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നിട്ട് അങ്ങനെ ഒരു എക്സ്ക്യൂസ്, എന്തെങ്ങനെ ആയിപ്പോയി, ലാ ഹൗല വലാ ഖുവത ഇല്ല, മാറാൻ ശ്രമിക്കാത്തവരെ എങ്ങനെ പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോവില്ലേ. അള്ളാഹു അക്ബർ. ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂ അല്ലെ. പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഡയലോഗാണ് ഞാൻ പറയുന്നത്, നമ്മൾ കേൾക്കുന്ന ഡയലോഗുകളല്ലേ. നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ, അപ്പം എന്തെന്നെയാണെങ്കിലും നമ്മൾ ഓരോന്നും ചിന്തിക്കുമ്പോഴും അല്ലെ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഇതിപ്പോ ഞാൻ ചെയ്ത എന്റെ റബ്ബിന് ഇഷ്ടാവോ, ഇത് എന്റെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ തഖ്വ കൂട്ടാൻ കാരണമാകുമോ? ഇനി അതല്ല, ഇത് റബ്ബിന് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യത്തിലേ നമുക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള പരിശ്രമം വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴൊക്കെ അല്ലെ നമുക്ക് കുറച്ചും കൂടി ആ കാര്യത്തിൽ റബ്ബ് എളുപ്പം, നേരത്തെ പറഞ്ഞതുപോലെ ആ എളുപ്പം റബ്ബ് നമുക്ക് തന്നിരിക്കും. അതങ്ങനെയാണ്. ആദ്യത്തിലുള്ള നമ്മുടെ ഒരു പരിശ്രമം കുറച്ച് നല്ല പോലെ തന്നെ ആയിക്കോട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓക്കെ, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും ഈ കാര്യം ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇതിൽ നിന്ന് മാറി നിൽക്കലാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മിണ്ടാതെ നിൽക്കലാണ് അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിട്ട് നല്ല കാര്യം എന്തെങ്കിലും ചെയ്യട്ടെ, ഇതിൽ നിന്ന് അങ്ങ് വിട്ടു നിന്നേക്ക. കാരണം അവിടെ നിന്നാ
കംപ്ലീറ്റ് കുളമാവും നമുക്ക് തന്നെ തോന്നുകയാണ്, സംസാരിച്ച് വഷളാവും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക. എന്തെങ്കിലും റബ്ബേ എന്നൊരു വിളിയും വിളിച്ചിട്ടില്ലേ, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ, എനിക്കൊരു എളുപ്പം നൽകണേ അല്ലാഹുമ്മ യസ്സിർലി, എന്താണോ അന്നേരം ഏറ്റവും എളുപ്പത്തിൽ വായിൽ വരുന്ന ഒരു ദിക്റോ ദുആയോ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുക. സബർ തരാൻ വേണ്ടി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യത്തിൽ നിന്നും അത് മാറി നിൽക്കുന്നതും അതും ഇതാണ്, സബർ തന്നെയാണ്. നമ്മളത് പഠിച്ചില്ല എന്താണ് സബർ എന്നുള്ളത്. സ്വാബരീങ്ങളുടെ ഇത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, സുബ്ഹാനല്ലാ. അപ്പൊ നമ്മളൊരു മിണ്ടാതെ നിൽക്കാനും മാറി നിൽക്കാനും അല്ലേ, അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിട്ടിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോകാനും ഒക്കെ നമ്മൾ സബറുള്ളവരായിട്ട് മാറണം, സുബ്ഹാനല്ലാ. അപ്പൊ അത്തരത്തിൽ നമ്മൾ അങ്ങനെ മാറി നിന്ന് റബ്ബിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെ തെരഞ്ഞെടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളായിട്ട് മാറണം. അങ്ങനെയാവുമ്പോൾ സുബ്ഹാനല്ലാ ഈ പറഞ്ഞ തഖ്വയുടെ ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സുബ്ഹാനല്ലാ. അതെ, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഹിദായത്ത് അല്ലെ, ആ ഒരു അറിവ് അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴേ റബ്ബ് സുബ്ഹാനഹു വതആല നേരത്തെ നമ്മൾ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും സന്മാർഗം കാണിച്ചു തരുള്ളൂ, അമലാക്കാനുള്ള ഇൽമ് നൽകുകയുള്ളൂ. സുഹൃത്ത് മുഹമ്മദിലെ ആയത്ത് എല്ലാവരും അത് മനസ്സിലങ്ങ് എന്താ പറയാ, നമ്മൾ ചെറിയ ചെറിയ ആയത്തുകൾ നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നമ്മളൊരു കോട്ട് പോലെ നമ്മൾ നോട്ട്സിൽ എഴുതി വെക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെറുതെ മറച്ചു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതങ്ങ് പതിയും, ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ, അതെ സുബ്ഹാനല്ലാ. നമ്മൾ അള്ളാന്റെ ഹിദായത്ത് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ള നമ്മൾ അതിലെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും നമുക്ക് നല്ല അറിവ് നമുക്ക് എത്തിച്ചു തരും. അത് അമലാക്കാനുള്ള അല്ലെ, തഖ്വ കൂട്ടിത്തരാനുള്ള അല്ലെ ആ ഒരു ലെവലിലേക്ക് അങ്ങനെ തന്നെ നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നുള്ള ആ ഒരു ആയത്ത് അതങ്ങ് മനസ്സിലാക്കി വെക്കുക. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടാണെങ്കിൽ എപ്പോഴും നമ്മൾ പിന്നെ നമ്മൾ ഷാക്കിരി ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്ത്. കാരണം റബ്ബ് നമുക്ക് ദുനിയാവിൽ തന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ അവനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് തന്ന ടൂൾസ് ആണ് എല്ലാം തന്നെ. നേരത്തെ പറഞ്ഞു നമ്മളെ മക്കളോ നമ്മളെ സന്താനം എന്താ പറയാ, നമ്മളെ ഇണകളോ നമ്മളെ ബാക്കിയുള്ള നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും അതിനോടൊക്കെ നമുക്ക് ഇഷ്ടങ്ങളുണ്ട് അല്ലെ, ഹുബുഷഹവാത്തുകളാണ് എല്ലാം തന്നെ. പക്ഷെ അള്ളാഹു എന്താണ് എന്താണ് ശരിക്കും, വബ്തഗി ഫീമാ അതാക അല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം നേടുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ തന്നിട്ടുള്ള നൽകിയിട്ടുള്ള ഓരോ കാര്യങ്ങളും തന്നെ അത് റബ്ബിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ, അതായത് പരലോക വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യാനാണല്ലോ നമ്മുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാവുക അല്ലെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബുക്കും പെന്നും എന്തിനാണ്, അത് എഴുതാനുള്ളതാണ്. അതേപോലെ ദുനിയാവിൽ അള്ളാഹു നമുക്ക് ഇതൊക്കെ എന്തിനാ തന്നിട്ടുള്ളത്, നമുക്ക് ഇവിടെ ഇങ്ങനെ ജീവിച്ച് നമുക്ക് തോന്നിയ പോലെയൊക്കെ അങ്ങനെ ആയി ഇങ്ങനെ ആയി മരിച്ചു പോകാനല്ലല്ലോ. ഇതൊന്നും മനസ്സിലാക്കാത്ത എത്ര ആൾക്കാർ ദുനിയാവിലുണ്ട് അല്ലെ, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ആഖിറത്തിലേക്കുള്ള ആ ഒരു വിജയം അല്ലെ, ആ മുഫ്ലിഹൂൻ ആവാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണെന്നുള്ള ഉറച്ച ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ തന്നിട്ടുള്ള ഐഹിക ജീവിതത്തിലെ ഓരോ അലങ്കാരങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു റബ്ബിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് 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 കൊണ്ടുപോകും. അങ്ങനെയാണ് ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുക. ശരിക്കും ആ ആയത്തിന്റെ ബാക്കി പറ വലാ തൻസ നസീബക മിനദ് ദുനിയ, നമ്മൾ ഐഹിക ജീവിതത്തിൽ നിന്ന് നമ്മൾ അതിന്റെ പ്രത്യേകിച്ച് റബ്ബ് ഓർമ്മിപ്പിച്ചത് നോക്കൂ. അത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായിട്ട് നമ്മളോട് അല്ലേ നമ്മുടെ പിന്നെ ടീച്ചർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ വിസ്മരിക്കൊന്നും വേണ്ട, കംപ്ലീറ്റ്ലി ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ അതിന് എന്താ പറയാ അനുഗ്രഹങ്ങളെ നമ്മളൊന്നും എന്താ പറയാ സന്തോഷം കണ്ടെത്താതെ ആകെ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യുക അത് ചെയ്യുക, അങ്ങനെയല്ല റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മളോട് റബ്ബ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും അതിലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിൽ സന്തോഷം നമ്മൾ കണ്ടെത്താം. അത് നമുക്ക് സാധിക്കും. എങ്ങനെയാണ്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആനിലെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കുന്നില്ലേ. നമ്മൾ കുട്ടികളോട് നല്ലപോലെ നിൽക്കുമ്പോൾ കുട്ടികൾ നമ്മളോട് നല്ലപോലെ നിൽക്കുന്നു. അവരുടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുകയും വേണം. നമ്മൾ പഠിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമായി പോകുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ആ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ പഠിക്കാനുണ്ട്, നമുക്ക് ക്ലാസ് എടുക്കാനുണ്ട്, നമുക്ക് പ്രവർത്തിക്കാൻ അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴും അതിൽ ബിസി ആയിട്ട് അങ്ങനെ ആവാനും പാടില്ലല്ലോ. നമുക്ക് തന്നത് പഠിപ്പും മനസ്സിലാക്കാനും നമുക്ക് ഖുർആന്റെ കൂട്ടുകാർ മാത്രമല്ല അല്ല തന്നിട്ടുള്ളത്, നമ്മളെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള് അല്ലെ,
ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. അതിലൂടെ നമ്മൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി വിസ്മരിച്ച് കളയാതെ അല്ലെ, അവരുടെ കൂടെയുള്ള ആ ഒരു സന്തോഷം നമ്മൾ അല്ലെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള അറിവ് വെച്ച് അവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട് നമ്മൾ ഏറ്റവും നല്ലതാക്കി ഇങ്ങനെ പറയില്ലേ, ഒരു പൂന്തോട്ടമാക്കി ദുനിയാവിലെ നമ്മൾ ഒരു ഒരു അള്ളാഹു തന്നിട്ടുള്ള സ്വർഗമാക്കി ആ വീടിനെ മാറ്റാൻ നമ്മൾ ഉമ്മമാർക്ക് അല്ലെ, സുബ്ഹാനല്ലാ, നമ്മൾക്കാണ് സാധിക്കുക. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. കാരണം നമ്മളെ വീട്ടിലുള്ള കുട്ടികളുടെ ഉപ്പമാരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമായിട്ട് നീങ്ങുന്നവരാണ് അവർ. പലതരം ചിന്തകളുമായിട്ട് നമ്മൾ വീട്ടിൽ അല്ലെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം, എന്നാൽ തന്നെയും നമ്മൾക്ക് തന്നെയാണ് നമ്മളെ വീടിനെ ഏറ്റവും സന്തോഷകരമാക്കി മാറ്റാൻ സാധിക്കുക. കിട്ടിയ ഇൽമ വെച്ചിട്ട് നമ്മൾ ഒരു സ്ത്രീ എത്രത്തോളം ആ വീട്ടിൽ ആ സന്തോഷം കൊണ്ടുവരാൻ അവർ ആ അറിവ് വെച്ച് അവർ തഖ്വയുള്ളവളായിട്ട് ജീവിക്കുന്നുവോ, ആ തഖ്വയുടെ റിസൾട്ട് ആ വീട്ടിലുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതെ, നമ്മൾ സന്തോഷത്തിന് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുള്ളവർ നമ്മളെ കൂടെ നിൽക്കാത്ത പോലെ ആയിപ്പോവും. അങ്ങനെ വരരുതെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ കാര്യത്തെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക തന്നെ വേണം. ചിലർ അങ്ങനെ പറയാറുണ്ട്, മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെ, തഖ്വ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടേക്കോ വീട്ടിൽ ഒരു ശ്രദ്ധക്കുറവ് വരുന്നത് കാരണം പല എന്താ പറയാ സംസാരങ്ങളും ഉണ്ടാവും. അപ്പൊ അതിലൂടെ പിന്നുള്ള തക്കവയും പോകുന്ന പോലെ ആയിപ്പോവും. അങ്ങനെ ആയിക്കൂടാ. അത് നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാൻ, നമ്മൾ പഠിത്തം അല്ലെങ്കിൽ അത് മാത്രം അങ്ങനെയല്ല. നമ്മൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എങ്ങനെയാണോ നമുക്ക് അല്ലെ നമുക്ക് നന്മകൾ തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ നന്മ ചെയ്യുക. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാം നമുക്ക് ഖുർആനിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടേ, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയുണ്ട്. അല്ലാഹു അക്ബർ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമ്മുടെ അള്ളാഹുവിന്റെ റബ്ബിന്റെ ആരാധനയിലേക്ക് അല്ലെ സ്നേഹത്തോടെയുള്ള ഈ ഒരു ക്ഷണം, അതായത് നമ്മളെ വിളിക്കുകയാണ് എന്തിലേക്ക്, അള്ളാഹുവിന്റെ തക്വയിലേക്ക് അല്ലെ, നിങ്ങൾ ഈ ബാത്തുകൾ ചെയ്തുകൊണ്ട് അല്ലെ നിങ്ങൾ തക്വയിലേക്ക് വരൂ എന്ന് വിളിക്കുന്ന ആ ഒരു റബ്ബിന്റെ ആ ഒരു ക്ഷണത്തെ നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ അതിന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടണമെന്ന നീയത്തോടെ തന്നെ നമ്മൾ അതിനെ അല്ലെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുക. അനുസരണ ഓരോന്നും നമ്മൾ എങ്ങനെയായിരിക്കണം, അത് ഇഷ്ടത്തോടെ ആയിരിക്കണം, ശ്രദ്ധയോടെ നന്നാക്കിക്കൊണ്ട് എപ്പോഴും നല്ല ബോധത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ എന്താ പറയാ, എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വാക്ക് നമ്മളിൽ പറയുമ്പോൾ അത് ഇഷ്ടത്തോടെ ആയിരിക്കണം, അത് ശ്രദ്ധയോടെ ആയിരിക്കണം, അത് നന്നാക്കിക്കൊണ്ടായിരിക്കും. നന്നാക്കലുകൾ എവിടെ വേണം, മുമ്പ് പറഞ്ഞതിനെക്കാട്ടിലും നന്നാക്കാൻ ശ്രമിക്കുക നമ്മുടെ സംസാരം. സുബ്ഹാനല്ലാഹ്, എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന റബ്ബ് അല്ലെ, അവന് വേണ്ടിയിട്ടാണ്, അവൻ എന്നെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഞാനിതൊന്നും ഒരു വാക്ക് പോലും എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, ഒരു സമയം പോലും എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരായിട്ട് മാറുകയാണ്, നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തന്നതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ച് റബ്ബിന് നന്മ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുകയാണ്, റബ്ബിനോട് നന്ദിയുള്ളവരായിട്ട് മാറാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുള്ളത് ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദികേട് കാണിക്കുന്നവരായിട്ട് മാറുമ്പോൾ അല്ലേ, ഇതൊക്കെ നമ്മൾ എന്തൊക്കെയോ പറയുകയും പാടുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും എവിടേക്കോ പോരായ്മകൾ വരുന്നെങ്കിൽ നമ്മൾ നന്ദികേടാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പോരാ, ഇങ്ങനെയൊന്നും ആയാൽ പോരാ, എനിക്ക് ഇനിയും ശരിയായേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുക. ഏറ്റവും നന്നായി തന്നെ നമ്മളെ ഇബാദത്തുകളെ നന്നാക്കിക്കൊണ്ട് അവന് നന്ദി കാണിച്ചുകൊണ്ട് അല്ലെ, അനുഗ്രഹങ്ങൾ, ഓരോ അനുഗ്രഹങ്ങളും അവനെ അല്ലെ നന്ദി കാണിക്കാനെന്നുള്ള ബോധത്തോടു കൂടി തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ പോലും നമ്മൾ അൽഹംദുലില്ല എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പറയാം. നമുക്ക് മക്കളെ തന്നിട്ടില്ലേ, അൽഹംദുലില്ല, അവരൊക്കെ ജീവനോടെ നമ്മുടെ മുന്നിൽ തന്നെ ഇല്ലേ, അൽഹംദുലില്ല, അവർക്കൊന്നും പറ്റിയിട്ടില്ല, അവർ നമ്മുടെ കൂട്ടത്തിൻ്റെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ വീടും, നമ്മുടെ ചുറ്റുപാടുകളും, നമ്മുടെ കുട്ടികളും എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ഒരു മനസ്സറിഞ്ഞുകൊണ്ടാവട്ടെ ആ ഒരു ദുആ പോലും, ഓരോ അൽഹംദുലില്ലകളിലും നമ്മളുടെ ഒരു തൃപ്തി ഇല്ലേ, നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളുടെയും തൃപ്തി നമ്മൾ ഇല്ലേ പ്രകടിപ്പിക്കുന്ന രീതിയിലാവട്ടെ, മനസ്സിൽ നിന്ന് തട്ടിക്കൊണ്ട് പറയുന്ന രീതിയിലാകട്ടെ. അല്ലെ, തെറ്റുകളെ മനസ്സിലാക്കുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അല്ലെ മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു അക്ബർ. അങ്ങനെ ആവുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്ക് നമ്മൾ നന്മകൾ അല്ലെ ചെയ്യുന്നവരായിട്ട് നമ്മളും ആയിത്തീരുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്.
പിന്നെ നമ്മൾ ഇത് വേറൊരു ഇതിൽ പറയുന്ന വെച്ചാൽ നമ്മൾ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ഞാൻ തക്കവയുള്ളവരാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അതാ എവിടേക്കോ പോരായ്മകൾ ആ കാര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇല്ലേ വാസ്തവമാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഒരു അസുഖം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരണങ്ങൾ, അത് ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലാവണം എന്നില്ല കേട്ടോ. ഈ പറഞ്ഞതുപോലെ നമ്മളെ വാർത്തകളിൽ പലതും വരും, എന്തൊരു പരീക്ഷണമായിപ്പോയി, എന്താ അല്ലേ പഠിച്ചോൻ ഇങ്ങനെ പരീക്ഷിച്ചത്, ആ ഉമ്മ ഇങ്ങനെ സഹിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളോട് എന്താ റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ഇനിയും നമ്മൾ അങ്ങനെ പറയുന്നവരാണെങ്കിൽ ഇന്ന് നമ്മൾ അത് നിർത്തണം. ഖദറല്ല. കാരണം റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, തന്മയും തിന്മയും റബ്ബിൽ നിന്നുള്ളതാണെന്നുള്ള ഒരു ആ ഒരു വിശ്വാസമുള്ളവർ ഈമാനുള്ളവരാകുന്നുള്ളൂ. നമ്മൾ ഈമാന്റെ കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയും, പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രം എത്തുമ്പോൾ നമ്മൾ അങ്ങ് പറയും എന്താ അല്ലെ ഇങ്ങനെ ഒരു പരീക്ഷണം, എങ്ങനെയൊക്കെ. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ മരണത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 5 നേരം നമസ്കാരം മാത്രമല്ല, ഒരു നേരം അത് നഷ്ടപ്പെടുത്താതെ സുന്നത്തും എല്ലാം ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരാൾ, അവർക്ക് ഇപ്പൊ ഫർദ് പോലും ശരിക്കും നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയല്ലോ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? തഖ്വയില്ലായ്മയല്ലേ? നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ട ഒരു ഇത് കൂടി നമ്മൾ കൂടി പറയരുത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് തുറന്നാൽ അല്ലെ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലേ എങ്ങനെ ആയില്ലേ, അല്ലേ, വല്ലാത്തൊരു കഷ്ടമായി പോയില്ലേ, എന്ത് കഷ്ടം. റബ്ബ് നമ്മളോട് എന്താ പറയാൻ പറഞ്ഞത്? ഇന്നാലില്ലാഹി വ ഇലൈഹി റാജിഊൻ, അല്ലേ? അങ്ങനെ പറയുന്നവർക്കാണ് എന്ത് ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം എന്ന് പറഞ്ഞിട്ട് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവരുടെ മേലാണ് എല്ലാ തരത്തിലുള്ള സമാധാനവും, അല്ലെ, റഹ്മ, എല്ലാം കാരുണ്യവും ഒക്കെ അവരുടെ മേലിലെ അള്ളാഹു മലക്കുകളും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും ആ പറയുന്നവരുടെ. കാരണം ആ പറച്ചിൽ നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. പറയും, ഒരപകടം കേട്ടാൽ അതൊക്കെ നമുക്കറിയാം, എന്നിട്ട് പറയും ഈ വാക്കുകൾ പറയും, ഇന്നാലില്ലാഹി വ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു നിർത്തിയിട്ട് പിന്നെ തുടങ്ങും. അതെന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. സുബ്ഹാനല്ലാഹ്. കാരണം പരീക്ഷണങ്ങളിൽ അത് കൂടുതലായിട്ട് നമുക്കിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏത് തരത്തിലാണ് നമ്മളെ പ്രതികരണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള വല്ല പ്രതികരണം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ തഖ്വയുടെ കുറവുണ്ട്, സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ തിരുത്തി കൊടുക്കാനുള്ള അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. കാരണം റബ്ബ് ഒന്ന് ഈമാൻ കാര്യത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുക. കാരണം നമ്മൾ തഖ്വയുള്ളവരാണെങ്കിൽ നമ്മൾ മാത്രം ആയാൽ പോരല്ലോ, നമ്മൾ മറ്റുള്ളവരെ കൂടി അതിനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള ഓരോ ടെസ്റ്റിനെയും അത് നമുക്ക് എന്തിനാണ് റബ്ബ് തന്നിട്ടുള്ളത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിനൊരു കാരണം ഉണ്ടാവും. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം അതിനെ എളുപ്പമാക്കി തരാൻ. സുബ്ഹാനല്ലാഹ്, അത് അള്ളാന്റെ ഖദറാണ്. അവിടെ നമ്മൾ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയുന്ന, അല്ലെ, വിശ്വാസികൾ അങ്ങനെയാണല്ലോ, അവർക്ക് എന്ത് വന്നാലും അവർ അങ്ങനെയാണ്, അൽഹംദുലില്ലാ. പ്രയാസങ്ങൾ വന്നാൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, അങ്ങനെ ആയിരിക്കണം. ആ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ നമ്മൾ തഖ്വയുള്ളവരാണെന്ന് പറയാൻ പറ്റൂ. കുറേ ഇബാദത്തുകളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സംസാരം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ്ലി അത് സ്വന്തത്തിലും വരണമെന്നില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും പറച്ചിലിന് ഒരു കുറവുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും നമ്മളിങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നോണ്ടിരിക്കും. മുമ്പൊക്കെ നമ്മളും പറഞ്ഞു പോവായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാം അത് അങ്ങനെയല്ല പറയേണ്ടത്. ഇങ്ങനെ ഒരൊറ്റ വാക്ക് പറയാനേ നമ്മളോട് റബ്ബ് പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, റബ്ബേ അവർക്ക് ക്ഷമ കൊടുക്കണേ, സമാധാനം കൊടുക്കണേ. ആരായാലും അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, മരണം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണെങ്കിലും എന്തെല്ലാം പരീക്ഷണങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി 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 അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അങ്ങനെയുള്ളവർ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ഈ കാര്യങ്ങൾ വിശപ്പ്, പട്ടിണി, പിന്നെ എന്താ പറയാ, മരണം, ഭയം, അപകടം, ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് പറയാണ് ഇതാണ് പറയേണ്ടതെന്ന്. അത് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയുന്നവർക്കല്ലേ ഇത് കിട്ടുള്ളൂ. അതിനുശേഷം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിഫലം എവിടെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെ, അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അഹ്സനായിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ നേരെ വരുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക. അള്ളാഹു എന്തിനാണ് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സന അമലുകൾ, അഹ്സൻ സംസാരങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാണ് എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു. കാരണം നമ്മൾക്കൊരു ഒരു കാര്യം വന്ന് നമ്മൾ ആദ്യം എന്താ പറയണമെന്ന് റബ്ബ് നോക്കൂന്ന് പറയുന്നുണ്ട്, അല്ലെ? ഒരു മരണം വന്നാൽ എന്റെ അടിമ എന്താ, അവന്റെ കുഞ്ഞ് മരണപ്പെട്ടു, അവൻ എന്താ പറഞ്ഞത് എന്ന് റബ്ബ് ചോദിക്കുമെന്ന് പറയണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എന്താ അവൻ പറഞ്ഞത്? അൽഹംദുലില്ലാ പറഞ്ഞു. അവർക്കാണെന്ത്? സുബ്ഹാനല്ലാഹ്.
ബൈത്തുൽ ഹംദ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇപ്പം ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബത്തിനും ഇല്ല എല്ലാവർക്കും റബ്ബ് സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു ഭവനത്തിൽ അവരെ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് നമ്മുടെ പേരിലുണ്ട്. അവരുടെ വിഷമങ്ങൾ കാരണം അവർ പലതും പറഞ്ഞു പോകുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ശരിയായ അറിവ് എത്തിച്ചു കൊടുക്കുകയും റബ്ബ് അവർക്ക് ശിഫ നൽകുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ആ ഒരു പരീക്ഷണം എന്താണോ അതിലൂടെ അവർക്ക് നേടിയെടുക്കാനുള്ള കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടാവും. അതെല്ലാം നേടിയെടുക്കാനുള്ള തൗഫീഖും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അക്ബർ. ഇനി ഒരു കാര്യം കൂടെ പറയുന്നത് വെച്ചാൽ ഹുബ്ബു ഷഹവാത്തുകൾ അല്ലെ, അതിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് കഴിയണം. നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ആയത്ത് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ സൂറ ആൽ ഇമ്രാനിലെ നമ്മൾ ആയത്തിലാണ് എത്തി നിന്നിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് നമുക്കതൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ അവിടെയും നമ്മൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ലദീന തഖവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് തഖ്വ? ഈ ഇതിന് എന്തൊക്കെയാണ് പിന്നെ നമ്മളെ ഇഷ്ടങ്ങള് ഇതിലേക്കൊക്കെ നമ്മൾ പോവും, നമ്മൾ അങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ അവിടെ ലദീന തഖവ എന്ന് പറഞ്ഞു അല്ലെ, അവർക്കാണ് എന്ത് റബ്ബിന്റെ അടുത്തുള്ള ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ. സുബ്ഹാനല്ലാഹ്. എല്ലാം നമുക്ക് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് വസ്വാജും മുത്തഹറ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള റിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ, അള്ളാഹുവിലുള്ള തൃപ്തി, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ നീയത്തിനെ നമ്മൾ നന്നാക്കുന്നത് ഇതൊന്ന് നമ്മൾ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, വലിയ കുറേ ആയത്തുകൾ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ എളുപ്പമാണ്. ഞാനൊക്കെ തുടക്കം മുതലേ എനിക്ക് അതായിരുന്നു ഇഷ്ടം, എനിക്ക് അതേ പറ്റുള്ളൂ എന്നാണ് ഒരു ഇങ്ങനെ അള്ളാഹുവിന്റെ സ്പെഷ്യലായിട്ട് അള്ളാഹ് നമുക്ക് തരുന്ന ചില വാഗ്ദാനങ്ങളെ അങ്ങോട്ട് എവിടെയെങ്കിലും എഴുതി വെക്കും. അതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അതങ്ങ് ഹൃദയത്തിൽ ഉറപ്പിക്കുക. അപ്പൊ ശരിക്കും നമുക്ക് നീയത്തിനെ നമുക്ക് മാറ്റാൻ കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമാണ്. അള്ളാഹുവിന്റെ ഒരു തൃപ്തി അത് പറയാണ്, ലില്ലദീന തഖവു, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ അല്ലെ, അവർക്കാണ് എന്ത്, സൂക്ഷ്മത പാലിച്ചവർക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ് റിദ്വാനും മിനല്ലാഹ്. അതായത് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, സ്വർഗമുണ്ട്, അതിനകത്ത് ഒരു അരുവികൾ ഒഴുകുന്നുണ്ട്, അതിൽ ഇണകളുണ്ട്. പക്ഷെ റബ്ബിന്റെ ഏറ്റവും അതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹു അക്ബർ. അതാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് ഇഷ്ടങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട് അല്ലെ, പലതും നമുക്ക് അതായത് എൻ്റെ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തി പറഞ്ഞത്, തതക അതിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതത്ര പ്രശ്നമില്ല, എനിക്കത് ഇഷ്ടം ഉണ്ടായിക്കൊണ്ടാണ്. അതായത് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ് ആർക്ക്, ഈ പറയുന്ന കുട്ടിക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുണ്ടായിട്ടും ഞാൻ അതിൽ വേണ്ടാന്ന് വെക്കുന്നത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. കഥ അത് താല്പര്യമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് അതങ്ങ് അത്രയല്ല, അതിനെക്കാട്ടിലും എനിക്കാണ് കിട്ടുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. അതെ, നമുക്ക് ഇഷ്ടങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. പലതരങ്ങളാണ് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ. നമ്മൾ എന്തുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമാണ്, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് എല്ലാവരും DP വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മൾ പോയത് വന്നത് തിന്നത് കുടിച്ചത്, നമ്മൾ എന്തുകൊണ്ട് വെക്കുന്നില്ല? അവർ വെച്ച് നമ്മൾ വെച്ചാൽ വെക്കുന്നില്ല, എന്തുകൊണ്ട് വെക്കുന്നില്ല? എൻ്റെ റബ്ബിന് ഇഷ്ടാവൂല, വെറുതെ എന്തിനാ. എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ, പക്ഷെ ഞാൻ അതൊന്നും ഇങ്ങനെ എനിക്ക് ആക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? കാരണം എന്തിനാ വെറുതെ കണ്ണറ് വാങ്ങി കൂട്ടുന്ന പോലെയല്ലേ. അതെ, നാസും ഫലക്കും ഇഖ്ലാസും ഇവിടുന്ന് ഓതിക്കൊണ്ട് അല്ലെ, റബ്ബിനോട് പ്രൊട്ടക്ഷൻ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മൾ, കണ്ണറിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് നമ്മളെ ഫോട്ടോകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ കണ്ണെറിഞ്ഞോ, അതാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്, അല്ല പറഞ്ഞത് അനുസരിച്ചു കൊണ്ടല്ലേ, നമ്മൾ തഖ്വ സൂക്ഷ്മത പാലിച്ചുകൊണ്ടല്ലേ നമ്മൾ റബ്ബിനോട് പ്രൊട്ടക്ഷൻ ചോദിക്കേണ്ടത്. എവിടെയാ എവിടെയാ തഖ്വയുള്ളത്? സുബ്ഹാനല്ലാഹ്. അതിപ്പോഴും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല അല്ലേ. നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെയുള്ള നമ്മൾ ഒരുങ്ങലുകളായിക്കോട്ടെ, ആഘോഷങ്ങളായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമുക്ക് ഇല്ലേ, നമുക്ക് പറ്റുന്നത്ര നമ്മൾ മാറി നിൽക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, എന്നാൽ അതുപോലും ഇപ്പോഴും ശ്രദ്ധിക്കാത്ത ആൾക്കാരില്ലേ. അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ, പലതിലും നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് നമ്മൾ കൈകൊണ്ട് തടയുക അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക എന്നൊക്കെ ഉള്ള അവിടെ ഉണ്ടെങ്കിലും, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഇല്ലേ പറ്റുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, മനസ്സുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക, അതിനെ ഒന്ന് വെറുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് അതിലേക്ക് വന്നു കഴിഞ്ഞിട്ട്, അതായത് നമ്മളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അവിടെയാണ് നമുക്ക് എന്താണ് സ്കോർ ചെയ്യാൻ സാധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അഡ്ജസ്റ്റ്മെന്റുകളും, ഓക്കെ, ഫാമിലി ലൈഫിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ നമസ്കരിക്കുമ്പോൾ സുഖി
അല്ലേ? എൻ്റെ സാക്രിഫൈസ്, എൻ്റെ ഓരോ പിന്നെ ത്യാഗവും, എന്ത് ത്യാഗം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അങ്ങേ തലയാണ് ക്ഷമയുടെ, പക്ഷെ അവിടെ ഞാൻ ക്ഷമിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല ചില സമയത്ത്, പക്ഷെ ഞാൻ ക്ഷമിക്കുന്നു. ആർക്ക് വേണ്ടി? എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ആ നമസ്കാരത്തിൽ നമ്മൾ നുസുക്കി, എൻ്റെ ജീവിതവും മരണവും എൻ്റെ നുസുക്കി, ആ നുസുക്കി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം റബ്ബെ, ഞാൻ ഈ ശ്രദ്ധിക്കുന്നത് മുഴുവൻ അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നത്, അല്ലെങ്കിൽ പലതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത പലതും ഞാൻ നേരിടേണ്ടി വരുന്നുണ്ട്, ഞാൻ കേൾക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? എനിക്ക് പറ്റുന്നില്ല, പക്ഷെ റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ക്ഷമിക്കുന്നത് കേട്ടോ. റിസൾട്ട് അള്ളാന്റെ അടുത്തുനിന്നുണ്ടാവും, എളുപ്പങ്ങൾ അള്ളാന്റെ അടുത്തുനിന്നുണ്ടാവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. എല്ലാം ഈ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, അള്ളാന്റെ അറിവ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അക്ബർ. ഇങ്ങനെ ജീവിതം തന്നെ നമ്മൾ എന്താക്കാണ്, ഇപ്പൊ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ തഖ്വയെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ആരാധനയാക്കി മാറ്റി. അള്ളാഹ് അതല്ലേ പറഞ്ഞത്, നിങ്ങൾ ആരാധന റബ്ബിനെ ആരാധിക്കുക, ആരാധനയിലൂടെ നമ്മൾ തക്കവയുള്ള ആളുകളായിട്ട് മാറുക. ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ആരാധന ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇരുത്തവും നടത്തവും ഉറക്കവും അല്ലെ? നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് എന്താണ്, രാവിലെ എഴുന്നേറ്റിട്ട് റബ്ബെ നല്ല രീതിയിൽ എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ അല്ലെ എണീക്കാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദിക്റും ദുആകളും അല്ലെ, അവന് റസൂൽ ഓതിക്കഴിഞ്ഞാൽ അത് മതി എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓതുന്നത്. നിയത്ത് അവിടെയും നമുക്ക് റെഡിയാക്കി ഓരോന്നിന്റെയും പ്രാധാന്യവും പ്രതിഫലവും മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബോധം അതിലോട്ട് വരും. ആ ബോധത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെയും മാറ്റങ്ങൾ താനേ വന്നോളൂ. അത് റബ്ബിന്റെ വാഗ്ദാനമാണ്, അതിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴായിക്കോട്ടെ, ഉറങ്ങി എണീക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഒരു ബാത്റൂമിൽ പോകുമ്പോഴായിക്കോട്ടെ, ഇല്ലേ, നമ്മൾ ഇനി എക്സസൈസുകളോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതായിക്കോട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ, ഒരു ഓവറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ ചെലവാക്കുന്നിടത്തായിക്കോട്ടെ, ഇനി പണികൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാറ്റിലും ഒന്നൊന്ന് ചിന്തിക്കുക, എൻ്റെ റബ്ബിന്റെ തൃപ്തി പിതാ അത് കിട്ടണം എനിക്ക്. അവിടെ ആ ഒരു സെറ്റ് അല്ലെ, നമ്മൾ ആ സെറ്റാക്കി കൊണ്ടുവരികയാണ് തഖ്വയെ. അള്ളാഹു അക്ബർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ നിമിഷവും റബ്ബിന് വേണ്ടിയിട്ട്, അവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതെ അങ്ങനെ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ശരിയാണ്, സുബ്ഹാനല്ലാഹ്. തഖ്വയുള്ളവർക്ക് തന്നെയാണ് അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തി അല്ലെ, ആ ഒരു റിദ കിട്ടാൻ സാധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ നന്മ നിറഞ്ഞ അല്ലെ, ഈ തഖ്വയുള്ള ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവരുടെ തെറ്റുകൾ പുറത്തു തരുമെന്ന് പറയുന്ന, അവരുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വാക്കുകളിൽ സൂക്ഷ്മത കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്ത്, നിങ്ങൾ സൂക്ഷിക്കുക എന്തില്, നിങ്ങളുടെ വാക്കുകളിൽ, നമ്മൾ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ്, അള്ളാഹു നമ്മുടെ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് റബ്ബിന്റെ വാഗ്ദാനങ്ങളെ നമ്മൾ ഇങ്ങോട്ട് ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഓരോ ചിന്തകളെയും വാക്കുകളെയും നമ്മൾ മാറ്റുമ്പോൾ തന്നെ അവിടെയൊക്കെ തഖ്വയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയുള്ള, ബോധത്തോടെയുള്ള, നിയത്തോടെ അല്ലെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. നമ്മളെ ഓരോ ചലനങ്ങളും അങ്ങനെ ആക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് ആ കാര്യങ്ങൾ ഓരോന്നും തന്നെ നമ്മളെ ശരിക്കും നേരത്തെ നമ്മൾ ക്വാളിറ്റീസ് പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പം ആയത്തുകൾ എത്തി നിൽക്കുന്ന അവിടെ അതായത് അവര് സബറുള്ളവരാണ് അല്ലെ, ക്ഷമയിലേക്ക് നമ്മൾ എത്തും തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം റബ്ബിന് വേണ്ടി, എല്ലാം റബ്ബിന് വേണ്ടി എന്ന് ആക്കുമ്പോൾ നമുക്ക് സബർ അവിടെ കിട്ടും. സുബ്ഹാനല്ലാഹ്. അവര് എന്താണ്, സത്യമുള്ളവരാണ് എല്ലാ കാര്യത്തിലും. അവർക്ക് പേടിയാണ്, എന്തെങ്കിലും എൻ്റെ അടുത്ത് തെറ്റിപ്പോവോ, അതുകൊണ്ട് വളരെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ സത്യമായിരിക്കും, ചെയ്യുന്നത് സത്യമായിരിക്കും അല്ലെ. അവര് സിദ്ഖുള്ളവരാണ്, അവര് സ്വാദിഖ്യങ്ങളാണ്. പ്ലസ് അവര് ഭക്തിയുള്ളവരാണ്, ഖാനിതീൻ അല്ലെ. അവരുടെ അതായത് തഖ്വയുള്ളവരുടെ ക്വാളിറ്റീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ബഖറയുടെ 21-ാമത്തെ ആയത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സൂറ അൽ ഇമ്രാനിലെ ആ ഒരു 17-ാമത്തെ ആയത്തിലാണെങ്കിലും അല്ലേ, എത്തി നിൽക്കുമ്പോൾ തഖ്വയുള്ള, നമ്മൾ തഖ്വയെ കുറിച്ച് പറഞ്ഞു. തഖ്വയിലേക്ക് നമ്മൾ ഇബാദത്തുകളിലേക്ക് എത്താൻ പറഞ്ഞു. ഇബാദത്തുകൾ ചെയ്ത് ചെയ്ത് നമ്മളായി തീരുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ അല്ലെ. ഇതൊക്കെ സബർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. സത്യം എല്ലാ കാര്യത്തിലും സത്യം പാലിക്കുക എന്നുള്ള ഇബാദത്താണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യത്തിലും ഭക്തി കാണിക്കുക, അത് ഇബാദത്താണ്. അല്ലാഹു അക്ബർ. മുൻഫിഖീന, അവര് ചെലവഴിക്കുന്നവരാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്.
മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ അല്ലേ, സുബ്ഹാനല്ലാഹ്, അവര് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു രാത്രി സമയത്ത് അങ്ങനെ നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നവരായി മാറുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് അല്ലെ, ദിക്റുള്ളവരായിട്ട് നമ്മൾ മാറുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റബ്ബിന്റെ അല്ല പറഞ്ഞ ഒരു വാഗ്ദാനം അവിടെയും വന്നു, ഫസ്കുറൂനി അദ്കുറുക്കും ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ തീർച്ചയായും അല്ലെ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. ആ ഒരു കാര്യത്തിലെ പിന്നെ നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശരിക്കും റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിട്ട് മാറുകയാണ് അല്ലെ. എല്ലാം ശ്രദ്ധിച്ചാവുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം റബ്ബ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആക്കിക്കൊണ്ട് നമ്മൾ ആ ശ്രദ്ധയിൽ നമ്മൾ ആ നന്ദിയുള്ളവരായിട്ട് മാറുമ്പോൾ റബ്ബ് നമ്മളോട് പറഞ്ഞു എന്ത്, എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വീണ്ടും നമ്മളോട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ലഇൻ ശകർത്തും ലഅസീദന്നകും. അല്ലാഹു അക്ബർ. ഇങ്ങനെ അള്ളാഹുവിന്റെ നമ്മൾ നന്ദിയുള്ളവരായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ട് അല്ലെ അവന്റെ ആ ഒരു ചിന്തയിൽ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ശരിക്കും ആ തൃപ്തി നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹിന്റെ കൽപ്പനകൾക്ക് വിപരീതമായിട്ടൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ, നമുക്ക് ഒരു പേടി അവിടെ നമുക്ക് വന്നു. അവിടെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയോടൊപ്പം നമുക്ക് ഒരു ഭയം കൂടി അവിടെ വരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് ഞാൻ ചെയ്തുകൂടാ എന്നുള്ള ഒരു നമുക്ക് തന്നെ ഒരു റിമൈൻഡർ റബ്ബിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അതിൽ നിന്നും അള്ളാഹു തന്നെ നമ്മളെ മാറ്റി നിർത്തും. പറഞ്ഞല്ലോ നമ്മൾ നമസ്കാരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത്. അതെ, സുബ്ഹാനല്ലാഹ്, എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതായത് നമുക്ക് ഒരു അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്കും അല്ലെ 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 അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സംസാരിക്കാൻ നമുക്ക് പറ്റുകയില്ല. അങ്ങനെ റബ്ബിന്റെ പ്രൊട്ടക്ഷൻ അല്ലെ നമ്മുടെ ചുറ്റും ഒരു സംരക്ഷണ വലയമായി തന്നെ ആ ഒരു തഖ്വ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ അല്ലെ റബ്ബ് തന്നെ നമ്മളെ സഹായിക്കും. അങ്ങനെ ആരാധനകളെ റബ്ബിനെ ഓർത്തുകൊണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവനെ അനുസരിക്കണമെന്ന ബോധം നമ്മളിൽ എല്ലായ്പ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ റബ്ബിന് വേണ്ടി, നമ്മുടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലെ, ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇതക്ക് വേണ്ടി, അതിനു വേണ്ടി തന്നെയാണ്. അതാണ് ഏറ്റവും എനിക്ക് വേണ്ടത് വലുത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കുക. ഓരോ ജീവിതത്തിൽ ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫർദും സുന്നത്തുകളും ഒപ്പം തന്നെ നമ്മൾ ഓരോ ചലനങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, ഓരോ വാക്കുകളും അല്ലെ ഓരോ നോട്ടങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ തഖ്വയുള്ള ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇല്ലേ നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞു. നമ്മൾ ആ ഒരു ദുആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നൂറുസദ്രയുടെ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു രസമാണ്. അങ്ങനെ നമ്മൾക്ക് എപ്പോഴും എന്നും പ്രാർത്ഥിക്കാൻ അല്ലെ, പ്രാർത്ഥിച്ച് നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. അതായത് തഖ്വയുള്ളവർ ആണ് ഇവരെല്ലാം തന്നെ. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സാബിരീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനസ് സാദിഖീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖാനിതീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുൻഫിഖീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുസ്തഗ്ഫിരീൻ. അല്ലാഹു ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ആ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് അല്ലെ ആഗ്രഹം തഖ്വയുള്ളവരാകാനാണ്. അപ്പോൾ തഖ്വയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്തുകളാണ്. ഇബാദത്തുകൾ എങ്ങനെ നമ്മൾ തഖ്വയിലേക്ക് എത്തിക്കും? ഓരോ ഇബാദത്തുകളിലും നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് മുന്നേറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് ഈ ഒരു ഇരുത്തവും ഈ ഒരു പഠനവും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ ഇൽമിനെ അമലാക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ റബ്ബിന്റെ അനുഗ്രഹങ്ങളും നമ്മളിൽ ഉണ്ടാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. آمين يا رب العالمين. اللهم آت نفسي تقواها وزكيها أنت خير من زكاها أنت وليها ومولاها. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين 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 يا رب العالمين. سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته. वालेकुम सलाम व रहमतुल्लाहि व बरकातहू। माशाअल्लाह, बारकल्लाह।